विद्महे सुवर्णपक्षाय धीमहि तन्नो गरुडः प्रचोदयात्. തിരുമൂലദേവൻ്റെ തിരുമന്ത്രം 9ാം തന്ത്രത്തിലെ ഗുരുമഠ ദർശനത്തിലെ 2 പാടലുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പാലിങ്കൽ നെയ്യായി കനിയിങ്കൽ രസവുമായും പൂവിങ്കൽ മണമായും ഈശ്വരൻ നമ്മെ കാക്കും. മായവൻ നിറഞ്ഞിരിക്കും വസ്തു പലതാകും. അപ്പോൾ ഈശ്വരൻ നിറഞ്ഞിരിക്കുന്ന വസ്തു പലതാകും. ഈ പ്രപഞ്ചമാകെ, ഈ പ്രപഞ്ച വസ്തുക്കളിലാകെ ശിവൻ നിറഞ്ഞു നിൽക്കുന്നു. ഏതുപോലെ? പൂവിങ്കൽ മണമായി. പൂവിൽ എപ്രകാരമാണോ മണം നിറഞ്ഞു നിൽക്കുന്നത്, പാലിൽ എപ്രകാരമാണോ നെയ്യ് നിറഞ്ഞു നിൽക്കുന്നത്, കനിയിൽ എപ്രകാരമാണോ രസം നിറഞ്ഞു നിൽക്കുന്നത്, അതേപോലെ ഭഗവാൻ ശിവൻ എല്ലാ പ്രപഞ്ച സൃഷ്ടികളുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ പൂവിൽ മണമായി, പാലിൽ നെയ്യ് പോലെ, കനിയിൽ രസം പോലെ നിറഞ്ഞു നിൽക്കുന്നു. ഈശാവാസ്യം ഇദം സർവം എന്നാണ് നാം ഇവിടെ മനസ്സിലാക്കുന്നത്. അതായത് ഈ പ്രപഞ്ചത്തിലെ ഏതൊരു സൃഷ്ടിജാലം എടുത്തു നോക്കിയാലും ആ സൃഷ്ടിയുടെ പിന്നിലെ ഉള്ളിൻ്റെ ഉള്ളിലെ ആന്തരിക സത്ത ശിവബ്രഹ്മമാണ്. ഇതാണ് തിരുമൂലദേവൻ പറയുന്നത്. എവിടെ ഏത് പ്രപഞ്ച സൃഷ്ടി എടുത്തു നോക്കിയാലും ആ പ്രപഞ്ച സൃഷ്ടിയുടെ ആന്തരിക സത്തയായി നിൽക്കുന്നത് ശിവബ്രഹ്മമാണ്. ഇതാ നോക്കൂ, അന്തർമുഖമായ പീഠം ആധാരമായി നിൽക്കും, ബഹിർമുഖമാകും ശക്തി ആസനമായി നിൽക്കും, ബഹിർമുഖമാകും ദൈവമേ ശിവമായി തീരും, അന്തർമുഖത്വം അറിവുള്ളവർക്കേ സംഭവിക്കൂ എന്നാണ് തിരുമൂലദേവൻ തുടർന്ന് ഈ ശിവശക്തിയെപ്പറ്റി പറയുന്നത്. അതിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം. ആത്മാവായ ശിവൻ്റെ ആസ്ഥാനമായ തേജോമയമായ ചിത്താകാശത്തിൻ്റെ കവാടമാണ് ഈ പ്രപഞ്ചം എന്നാണ് തിരുമൂലദേവൻ പറയുന്നത്. നാമരൂപങ്ങളിൽ നിന്നും ഗുണധർമ്മങ്ങളിൽ നിന്നും വേർപെട്ട് നിൽക്കുന്ന ആത്മാവിൻ്റെ ആധാരപീഠം അകമുഖമായ ഹൃദയമാണ്. അപ്പോൾ ഹൃദയവാസിയാണ് ശിവൻ. നാമരൂപങ്ങളിൽ നിന്നും ഗുണധർമ്മങ്ങളിൽ നിന്നും വേർപെട്ട് നിൽക്കുന്ന ആത്മാവിൻ്റെ ആധാരപീഠം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയമാണ്. അപ്പോൾ നമ്മുടെ ഹൃദയമാകുന്ന ആധാരപീഠത്തിലാണ് ശിവൻ വസിക്കുന്നത്. ആത്മാവിൻ്റെ ആസനം അതിൻ്റെ തന്നെ സഹമുഖശക്തിയായ പ്രാണനുമാണ്. അപ്പോൾ പ്രാണനിലാണ് ഈ ആത്മാവിൻ്റെ കുടികൊള്ളുന്ന അവസ്ഥ. സഹമുഖശക്തിയായ പ്രാണനിലാണ് ഈ ആത്മാവ് അടങ്ങിയിരിക്കുന്നു. അപ്പോൾ പ്രാണൻ തന്നെ ആത്മാവ്, ആത്മാവ് തന്നെ പ്രാണൻ, പ്രാണനിൽ ആത്മാവ് അടങ്ങിയിരിക്കുന്നു. സമഷ്ടിയിൽ ഇത് അകമുഖശക്തിയായ ശിവബ്രഹ്മമായി കാണുന്നു. അപ്പോൾ സമഷ്ടിയിൽ ഇതാണ്, ഈ ആത്മാവാണ് ശിവബ്രഹ്മമായി പരിലസിക്കുന്നത്. സഹമുഖ ശക്തിയായ സൂത്രാത്മാവായും മഹാമായയായും ഇത് നിലകൊള്ളുന്നു. അപ്പോൾ ശിവബ്രഹ്മമായും മഹാമായയായും നിലകൊള്ളുന്നത് ഈ ആത്മാവത്രേ. അപ്പോൾ ശിവശക്തികളാണ് ഈ ആത്മാവ് എന്നാണ് തിരുമൂലദേവൻ പറയുന്നത്. ശിവബ്രഹ്മത്തിൻ്റെ ആധാരപീഠമായി കാണുന്ന ഈ പ്രപഞ്ചം സാക്ഷാൽ അഖണ്ഡാത്മാവായ ശിവൻ തന്നെയാണ്. അതിൻ്റെ ആസനം അതിൻ്റെ തന്നെ ശക്തിയിൽ അടങ്ങിയിരിക്കുന്ന മഹാമായ എന്ന സൂത്രാത്മാവാണ്. അതായത് പ്രപഞ്ചമടക്കമുള്ള സകല ചരാചരങ്ങളിലും ശിവശക്തികൾ കുടികൊള്ളുന്നു. ഇവയൊക്കെ വിദ്യോപാസനകളാൽ തത്വവിചാരം ചെയ്യുന്നവരുടെ മുമ്പിൽ തെളിഞ്ഞ്
വരും. അപ്പോൾ ഈ ആധേയങ്ങളെല്ലാം തന്നെ തത്വവിചാരം ചെയ്യുന്നവരുടെ മുമ്പിൽ തെളിഞ്ഞു വരും. അപ്പോൾ ശിവബ്രഹ്മവും അതേപോലെ തന്നെ മഹാമായയുമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ആത്മാവായി നാം കാണുന്നത്. അപ്പോൾ ശിവശക്തികളുടെ സമ്മേളനമാണ് പ്രപഞ്ചത്തിലെ ഓരോ ശക്തിയുടെയും ഓരോ പ്രപഞ്ച സൃഷ്ടിയുടെയും ആത്മാവായി ഹൃദയമായി നാം കാണുന്നത്. ആദിയിലുണ്ടായിരുന്നത് ഏകവും അദ്വൈതവുമായ ഈ തേജസ് മാത്രമായിരുന്നു. അതിൽ നിന്ന് പൊട്ടിപ്പടർന്ന് രൂപം കൊണ്ട് തന്നെയാണ് ഈ ദൃശ്യമായ ജഗത്ത് ഉണ്ടായത്. ഇതിൻ്റെ കർത്താവും കാരണവും അധിഷ്ഠാനവും എല്ലാം ഈ ആദിമഹസ് തന്നെയാണ്. അരണ്ട വെളിച്ചത്തിൽ കെയർ പാമ്പെന്ന മട്ടിൽ അവഭാസിക്കാറുള്ളത് നാം കാണാറുണ്ടല്ലോ. ആരോപിതമായ ഈ പാമ്പിൻ്റെ കർത്താവും കാരണവും അധിഷ്ഠാനവും ഈ കെയർ തന്നെയാണ്. ത്രികാലത്തിലും കെയറല്ലാതെ മറ്റൊന്നും ഇവിടെയില്ല. പാമ്പ് സൃഷ്ടിക്കപ്പെട്ടിട്ടേയില്ല. ആരോപിതമായ പാമ്പ് നല്ല പ്രകാശം വരുന്നതോടെ തിരോഭവിക്കുന്നു. ഇവിടെ പാമ്പിൻ്റെ കാരണമായ കെയറിന് യാതൊരു പരിണാമവും സംഭവിക്കുന്നില്ല. കെയറിൽ പാമ്പ് ആരോപിതമാകുന്നത് എങ്ങനെയോ അങ്ങനെ തന്നെയാണ് ആദിമഹസിൽ ജഗത്ത് ആരോപിക്കപ്പെടുന്നത്. അപ്പോൾ ഈ ആദിമഹസിൽ ജഗത്ത് ആരോപിക്കപ്പെടുകയാണ്, പ്രതിബിംബിച്ച് നാം ആരോപിക്കപ്പെടുകയാണ്. അതായത് കെയറിൽ പാമ്പിനെ നാം എപ്രകാരമാണോ ആരോപിക്കുന്നത് അതുപോലെ ആദിമഹസിൽ ഈ ജഗത്തിനെ മുഴുവനും നാം ആരോപിക്കുകയാണ്. കെയറിൽ നിന്ന് അന്യമായ ഒന്നും പാമ്പിലില്ലാത്തതുപോലെ ആദിമഹസിൽ നിന്ന് അന്യമായ ഒന്നും ആരോപിതമായ ഈ ജഗത്തിലില്ല. അപ്പോൾ ആദിമഹസല്ലാതെ മഹാമായയല്ലാതെ ഈ ആരോപിതമായ ജഗത്തിൽ വേറെ ഒന്നുമില്ല. അപ്പോൾ ജഗത്ത് എന്ന് പറയുന്നത് ശിവശക്തികളാണ്. അതാണ് ഇവിടെ തിരുമൂലദേവൻ നമ്മളോട് പറയുന്നത്. ഈ ജഗത്ത് മുഴുവൻ നിറഞ്ഞത് ശിവനും ശക്തിയുമാണ്. ശിവനിൽ നിന്ന് ശക്തി ഉണ്ടാകുന്നു. അങ്ങനെ ശക്തിയാണ് മഹാമായ എന്ന് പറയുന്ന ഈ ജഗത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിലാണ് ഈ ശിവശക്തികൾ കുടികൊള്ളുന്നത് എന്നാണ് തിരുമൂലദേവൻ ഇവിടെ പറയുന്നത്. മാണിക്യവാചകരുടെ തിരുവാചകത്തിൽ നാം ഇങ്ങനെ കാണുന്നു: വിശ്വസൃഷ്ടിക്ക് വിത്തായി സൃഷ്ടിക്ക് അതീതനായി പരിമള കൂന്തലാളോടൊത്തു വാണും ഗൂഢമായി രൂപമേന്തി അദൃശ്യങ്ങളായി നിന്ന് അരൂപമായി നിൽക്കും നാഥനെ ഞാൻ കാണുന്നു. എന്നെ എൻ നാഥൻ ശക്തിയുക്തനായി കൊണ്ടില്ലെങ്കിൽ എന്നാഥനോട് ഞാൻ എൻ്റെ ചിന്ത ഏകമാമോ? സ്വർഗവും ദിക്ക് 10 എൻ്റേതായ പദപൂന്തേനുണ്ട് നീ ഊതുതുമ്പി. മാനസം കണ്ടുപോരാനൊക്കാത്തൊരീശനെത്തൻ ജ്ഞാനത്താൽ കണ്ടവൻ പിൻ പ്രത്യക്ഷനായി നിന്ന ആനന്ദരൂപനായി നിന്നെനിക്ക് മുക്തി നൽകി ദാനപേക്ഷിക്കുന്നു നീ തൽപദമൂതു തുമ്പി. തുമ്പിപ്പാട്ടാണിത്, തുമ്പിയോട് പറയുന്നതായിട്ടാണ്. നശ്വര ലോക സമ്പത്താർജിച്ചതേ നമുക്ക് ശാശ്വതമെന്നേ മിഥ്യാബോധത്തിൽ താഴുമെന്നെ ഉദ്ധരിച്ചെടുത്തൻ്റെ അജ്ഞാനം മാറ്റിച്ചെയ്ത് ചിത്തൊളി രൂപൻ തൻ്റെ പാദത്തിൽ ഊതുതുമ്പി. ആടയായി പുലിത്തോലുടുത്ത് കുണ്ടലങ്കാതിൽ ആടും വിധം ധരിച്ച് പാലുളി ഭസ്മം പൂശി ദേഹാർത്ഥമായി പെൺരൂപത്തെയും കണ്ട് ഒന്നാകി ലോഹിക്കാം ശിവനെന്ന് തൽപദമൂതു തുമ്പി എന്നാണ് ഇവിടെ മാണിക്യവാചകർ തിരുവാചകത്തിൽ ഈ ആദിമഹാശക്തിയെ ശിവശക്തിയെ പാടി പുകഴ്ത്തുന്നു. അപ്പോൾ ശിവനും ശക്തിയുമായി ഒന്നിച്ചു നിൽക്കുന്ന ആ അവസ്ഥയെയാണ് മാണിക്യവാചകർ ഇവിടെ പറയുന്നത്. ശിവശക്തിയോട് ഐക്യം പ്രാപിക്കുന്ന മാനസിക അവസ്ഥയാണ് മാണിക്യവാചകർ തിരുവാചകത്തിൽ ഈ തുമ്പിപ്പാട്ടിലൂടെ നമ്മളോട് പറയുന്നത്. ഇതാണ്
9ാം തന്ത്രത്തിലെ പ്രധാനപ്പെട്ട ഗുരുമഠ ദർശനം. അപ്പോൾ ഈ ഗുരുമഠ ദർശനത്തിൽ നാം കാണുന്നത് ശിവശക്തികൾ നമ്മുടെ ഹൃദയത്തിൽ ആസ്ഥാനമുറപ്പിച്ചിരിക്കുന്നതാണ്. അതായത് നമ്മുടെ ഹൃദയത്തിൽ ഇതാ ശിവനും ശക്തിയും ഒന്നിച്ച് വിലസുന്നു. ആ ശിവശക്തിയെ കണ്ടറിയുക, അതിനെ സാക്ഷാത്കരിക്കുക, അങ്ങനെ ശിവശക്തിയുമായി ഒന്നിച്ചു ചേരുക. ഇതാണ് തിരുമൂലദേവൻ ഇവിടെ ഈ ഗുരുമഠ ദർശനത്തിൽ നമുക്ക് തന്നിരിക്കുന്ന മഹാ അനുഭൂതി. ഓം ശിവായ തിരുമൂലദേവായ നമഃ.